സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ് ഉദ്ഘാടനം സെപ്റ്റംബർ 9 തിങ്കളാഴ്ച 5:30 നടക്കുമെന്ന് TV ഇബ്രാഹിം MLA അറിയിച്ചു. ഇത് കേരളത്തിലെ കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ള KRFB മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്. മാത്രമല്ല വളരെ ശാസ്ത്രീയമായി സയൻറ്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 21 കിലോമീറ്റർ നീളം വരുന്ന റോഡിൻ്റെ വീതി 13.6 മീറ്ററായിട്ട് നിജപ്പെടുത്തുകയും 13.6 മീറ്റർ വീതിയില്ലാത്തതിൻ്റെ പേരിൽ ഈ റോഡ് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾ അവരുടെ സ്വന്തം സ്ഥലം ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിന് വേണ്ടി സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ റോഡ് പൂർത്തിയാകുന്നത്. മൊത്തം 108 കോടി രൂപയുടെ പ്രാഥമിക ഭരണാനുമതി ലഭിച്ച ഈ പദ്ധതിക്ക് 81 കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ കയറ്റിറക്കങ്ങൾ കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ ഡ്രെയിനേജ്, കലുങ്ക് തുടങ്ങിയ മറ്റു പദ്ധതികളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 81 കോടി രൂപയുടെ പദ്ധതിയാണ് സാങ്കേതിക അനുമതി കിട്ടിയിട്ടുള്ളത്. അത് കോൺട്രാക്ടർ അതിൻ്റെ ടെൻഡറിൽ 61 കോടി രൂപക്കാണ് മലബാർ ടെക് കമ്പനി അത് വിളിച്ചെടുക്കുകയും അവരാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാം ഘട്ടത്തിൽ 6 ടൗണുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, എളമരംകടവ് പാലവും അതുപോലെ തന്നെ കൂളിമാട് പാലവും കൂടി വന്നതോടുകൂടി ഈ എടവണ്ണപ്പാറ ടൗൺ ഇന്ന് ഏറ്റവും തിരക്കേറിയ ഒരു ട്രാഫിക് ജാം അനുഭവിക്കുന്ന ഒരു ടൗണായി മാറി. ഈ എടവണ്ണപ്പാറയും ബാബൂരും പൊന്നാടും ഓമാനൂരും മുണ്ടക്കുളവും മുതുവല്ലൂരും അടങ്ങിയ 6 ടൗണുകളിലെ വികസനവും എടവണ്ണപ്പാറ ബ്രിഡ്ജും അതുപോലെ തന്നെ പൂങ്കുടി ബ്രിഡ്ജും ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുമായി അതിൻ്റെ പ്രവൃത്തി കൂടി നടക്കേണ്ടതുണ്ട്. അതോടുകൂടി കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നായി ഈ റോഡ് മാറും എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വൈകിട്ട് 5:30 എടവണ്ണപ്പാറയിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിക്കും. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയും PK ബഷീർ MLA വിശിഷ്ടാതിഥിയുമായിരിക്കും. കൊണ്ടോട്ടി ഏറനാട് നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന് 21 കിലോമീറ്റർ നീളമാണുള്ളത്. പ്രസ്തുത പദ്ധതിക്കായി പണം അനുവദിച്ച കിഫ്ബിയുടെ മാനദണ്ഡപ്രകാരം 13.6 മീറ്റർ വീതിയാണ് വേണ്ടിയിരുന്നത്. വാർത്താസമ്മേളനത്തിൽ TV ഇബ്രാഹിം MLA, കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PK റഫീഖ് അഫ്സൽ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ വിപിൻ ബേബി, അബ്ദുള്ള വാവൂർ, MP മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.